കലം ഒരു കലം കഞ്ഞി ഒരു കലം കഞ്ഞി അതും പഴങ്കഞ്ഞി. ഇത് കമന്റ്സ് നോക്കുന്ന സമയത്ത് ഇന്ന പാട്ട് പാടാമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ട്. അത് പക്ഷെ അവര് പലപ്പോഴും വലിയ പണിയല്ലേ. എൻ എന്ന് പറഞ്ഞ ഒറ്റ മീറ്ററാണ്. മുഴുവൻ സദ്യ വട്ടങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പാട്ടാണ്. കളറണിയും നല്ലൊരു വാഴയില. പക്ഷെ ഏറ്റവും ഹിറ്റായ പാട്ട് മറ്റേ സ്വർണ്ണക്കുളയെ കുറിച്ചുള്ള പാട്ടാണ്. പാരഡികൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വല്ല ഭീഷണിയോ? രാഷ്ട്രീയമല്ല അതിനകത്ത്, കക്ഷി രാഷ്ട്രീയമാണ്. മറ്റേ കേരളം നമ്പർ 1 ആണെന്ന് നിങ്ങൾ തള്ളിമറിക്കുമല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞു തുടങ്ങി. സമകാലിക സാമൂഹിക രാഷ്ട്രീയ സംഭവങ്ങളെ നർമ്മത്തിലൂടെ കോർത്തിണക്കി പാരഡി പാട്ടുകളിലൂടെ ശ്രദ്ധേയനായ പാട്ടുകാരനാണ് ഫെലിക്സ് ദേവസ്യ. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായിത്തിയിരിക്കുന്നത് അദ്ദേഹമാണ്. നമസ്കാരം. നമസ്കാരം. മറ്റൊരു ഓണക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. അതെ, നമുക്കൊരു ഓണപ്പാട്ടിലൂടെ തന്നെ തുടങ്ങാം. സലിൽ ചൗധരിയുടെ ട്യൂണാണ് പൂവിളി പൂവിളി പൊന്നോണമായി എന്നുള്ളത്. ഞാൻ ജെനുവിൻ ഒരു പാട്ടുകാരനൊന്നുമല്ല, എന്നാലും ഓണമായതുകൊണ്ട് ആ പാട്ടൊക്കെ പാടാം. അതിൻ്റെ 4 ലൈൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഇപ്പൊ ഈ പാരഡി പാട്ടുകൾ എടുക്കുന്ന സമയത്ത് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ആശയത്തിലേക്ക് വരുന്നത്? ആശയം നമ്മൾ ഉണ്ടാക്കുന്നതല്ലോ. ആശയം എല്ലാ ദിവസവും ഓരോന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയല്ലേ. നമ്മളായിട്ടൊന്നും ആശയം ഉണ്ടാക്കുന്നില്ല. ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്നുകിൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും, വാട്സാപ്പിൽ നമ്മൾ കൂട്ടുകാരുമായിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ കമൻസായിട്ട് ഷെയർ ചെയ്യും. ഇത് ഞാനതൊരു പാട്ട് രൂപത്തിലാക്കി അങ്ങനെയൊക്കെ പാടുന്നുള്ളൂ. ആശയം കിട്ടുന്നത് പുറത്തുനിന്ന് തന്നെ കിട്ടുകയാണ്. ഇപ്പോൾ ലാസ്റ്റ് പാട്ട് ഞാൻ ചെയ്തത്, മഴ പെയ്ത് കുട്ടനാട്ടിലെ വെള്ളം ഒഴുകി പോകുന്നില്ല. അവിടെ ഇപ്പോഴും വെള്ളക്കെട്ടാ. നമ്മളിപ്പോൾ ചിങ്ങത്തിലേക്ക് ഓണത്തിലേക്ക് വന്നപ്പോൾ അവിടെ ഇപ്പോഴും വെള്ളക്കെട്ടാ. അപ്പോൾ ഈ ആശയം ആര് കൊണ്ടുവന്ന? ആശയം അവിടെ ഉള്ളതാണ്. അത് വെച്ച് നമ്മളൊരു പാട്ടുണ്ടാക്കും. ആശയങ്ങൾ അവിടെ ഉണ്ട്, ഉണ്ടായിക്കൊണ്ടിരിക്കും. ചേട്ടൻ്റെ സുഹൃത്തുക്കളോ കുടുംബാംഗങ്ങളോ ഒക്കെ ചേട്ടൻ്റെ പാരഡികൾക്ക് ഇരയാകാറുണ്ടോ? കൂട്ടുകാർ അതിനകത്ത് പെട്ടിട്ടുണ്ടെങ്കിൽ ഇരയാവും. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ കൈക്കൂലിക്കാർ എന്നും പറഞ്ഞ ഒരു പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരായാലും കൈക്കൂലി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും കൂടെ കൂട്ടിയാണ്. നമുക്കറിയില്ല ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഉദ്ദേശിച്ചത് കളിയാക്കി പാടാറുണ്ടോ അവരെ? ഇല്ല, അങ്ങനെയല്ല. പേഴ്സണലായിട്ടുള്ള യാതൊരു സംഗതികളും ഇല്ല. അതായത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ വെച്ചിട്ടാണ്. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പോൾ നമുക്ക് ഒരുത്തിനെ വിളിച്ചിരുത്തിയിട്ട് നമ്മളത് വേണമെങ്കിൽ ഒരു സ്വകാര്യമായ ഒരു കൂട്ടായ്മയ്ക്കകത്ത് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ അങ്ങനെ ഇതുവരെ ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു സംഗതിയിലല്ല ഞാനത് തുടങ്ങിയത്. അല്ലെങ്കിൽ ആ ഒരു പ്രായം കഴിഞ്ഞിട്ടാണ് തുടങ്ങിയത്. അങ്ങനെ കൂട്ടുകാരെ കളിയാക്കുന്നൊരു. ഇതുവരെ ചെയ്ത പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? ഒരു തവളയെക്കുറിച്ചൊരു പാട്ടുണ്ട്. ഈ തവളയെന്ന് പറയുന്നത് നമ്മളൊരു പാടത്ത് താമസിക്കുന്ന തവളയാണ്. നമ്മളിപ്പോൾ ഈ വെള്ളപ്പൊക്കത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഒരു പാടം എന്ന് പറഞ്ഞാൽ എത്രയെങ്കിലും വെള്ളം സ്പോഞ്ച് പോലെ പിടിച്ച് നിർത്തുന്ന ഒരു സ്ഥലമാണ്. അത് നികത്തുക എന്ന് പറഞ്ഞാൽ അത്ര സ്ഥലം കുറയുക എന്നുള്ളതാണ്. നമ്മൾ കാക്ക കല്ലിട്ട് വെള്ളം കുടിച്ച പോലത്തെ പരിപാടിയാണ്. അവിടെ വെള്ളം വരുമ്പോൾ വെള്ളം അതിൻ്റെ പുറത്തേക്ക്. അപ്പോൾ ഈ ഒരു ലോഡ് മണ്ണ് കൊണ്ടങ്ങോട്ട് ഇറക്കുമ്പോൾ അവിടെ താമസിക്കുന്ന എത്രയെങ്കിലും 100 കണക്കിന് ജീവജാലങ്ങളുണ്ട്. ചെറിയ ചെറിയ പ്രാണികളും അതിനകത്ത് പെട്ടുന്ന ഒരു തവളയാണ്. അപ്പോൾ ഈ തവളയുടെ വീടും അതിൻ്റെ കോമ്പൗണ്ടും എല്ലാം വന്ന് മണ്ണടിച്ച് പോയി. അതിൻ്റെ കൂട്ടുകാരും ബന്ധുക്കാരും എല്ലാം ചത്തുപോയി. ഈ ഒരു തവള മാത്രം സർവൈവ് ചെയ്തു. അപ്പോൾ ആ തവളയും ഞാനും കൂടെ ഇരുന്നിട്ടൊരു പാട്ടുണ്ടാക്കി. അത് ശരിക്കും ആനിമേറ്റഡ് ക്യാരക്ടറൊക്കെ വെച്ചാൽ, പ്രിയമുള്ള തവളേ നികന്നു പോയി നിൻ്റെയും നിൻ്റെ ബന്ധുവിൻ്റെ വീടും നികത്തി ആർത്തിമൂത്തൊരു മാത്തൻ പ്രിയമുള്ള തവളേ. അപ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട്, പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് ഈ തവളയുടെ പാട്ടാണ്. പക്ഷേ ഏറ്റവും ഹിറ്റായ പാട്ട് മറ്റേ സ്വർണ്ണക്കുളയെ കുറിച്ചുള്ള പാട്ടാണ്. അപ്പോൾ നമുക്കറിയാം പോറ്റിയെ കയറ്റി എന്നുള്ളൊരു മറ്റൊരു പാരഡി അത് വളരെ ഹിറ്റാവുകയും അതൊരു പൊളിറ്റിക്കൽ ടൂളായിട്ട് തന്നെ മാറുകയും ചെയ്തു. പക്ഷേ ഞാനത് വെച്ച് വേറൊരു പാട്ട് എഴുതിയിരുന്നു. അത് നമ്മുടെ എല്ലാവരും ചൊല്ലണ്. പിന്നെന്താ, എല്ലാവരും ചൊല്ലണ് കല്ലാണി ശില്പമെന്ന്, കരിങ്കല്ലാണ് വെറും കല്ലാണി ശില്പമെന്ന്, ഞാനന്നു കണ്ടപ്പോൾ മഞ്ഞക്കളറുള്ള പൊന്നാണു കണ്ടതയ്യ, തനിത്തങ്കം ഞാൻ കണ്ടതയ്യ, നാടാകെ ചൊല്ലണ് നാട്ടാരും ചൊല്ലണ് പൊന്നാണി ശില്പമെന്ന്, തനിപ്പൊന്നാണ് 916 ശില്പമെന്ന്. അങ്ങനെ പോകുന്ന പാട്ട്.
അത് പിന്നെ അതിൻ്റെ ഡീറ്റെയിലിങ്ങിലൊക്കെ പോകുന്നുണ്ട്. ആ പാട്ടാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടത്. പക്ഷേ ആൾക്കാരുടെ ഇഷ്ടം ഈ പറഞ്ഞ പ്രകൃതി സംരക്ഷണമൊന്നുമല്ല, ഇത്തരം കാര്യങ്ങളിലാണ് ആൾക്കാർക്ക് ഇഷ്ടം. അവർക്ക് ഡിസ്കസ് ചെയ്യാനും ഒക്കെ കൂടുതൽ താല്പര്യം. പക്ഷേ പ്രകൃതിയുടെ സംഗതികൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ നമ്മുടെ ഇഞ്ചക്കാട് എന്ന് പറയുന്നൊരു നമ്മുടെ സുഹൃത്തുണ്ട്, കവി. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, അത് വന്നുകൊണ്ടിരിക്കും. 1924 പ്രളയം വന്നത്. അത് കഴിഞ്ഞ് രണ്ടാമത്തെ പ്രളയം വന്നത് 2018. 24 കഴിഞ്ഞിട്ട് നമ്മൾ 18 എത്തുമ്പോൾ 10-90 വർഷത്തിന് മേലായി. പക്ഷെ അതിന് ശേഷം 8 വർഷം കഴിയുമ്പോൾ ഈ വർഷം വെള്ളപ്പൊക്കം വന്നു. ഇനി അതിൻ്റെ ടൈം ഗ്യാപ്പ് കുറഞ്ഞു വരും. മനസ്സിലായില്ല? ഇനി അതുമായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ നമുക്ക്. മനസ്സിലായി? പ്രകൃതിയെ നോക്കിയില്ലെങ്കിൽ അതുമായിട്ട് ജീവിക്കാനേ പറ്റുള്ളൂ. ഇപ്പോൾ ശബരിമലയിലെ സ്വർണം അത് മറ്റൊരു വിഷയമാണ്. സ്വർണ്ണം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇത് സൂക്ഷിക്കണം. പക്ഷേ ഈ വിഷയത്തിൽ ആർക്കും താല്പര്യം കുറവാണ്. എല്ലാവർക്കും താല്പര്യം ഇങ്ങനത്തെ കാര്യങ്ങളാണ്. ഞാൻ ഇൻട്രോയിൽ തന്നെ സൂചിപ്പിച്ചായിരുന്നു ഈ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളെ. അപ്പോൾ രാഷ്ട്രീയപരമായിട്ടുള്ള പാരഡികൾ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും വല്ല ഭീഷണിയോ അല്ലെങ്കിൽ ഇങ്ങനെ വേണ്ടിയിരുന്നില്ല അങ്ങനെ എന്തെങ്കിലും കോളോ മെസ്സേജോ? രാഷ്ട്രീയമല്ല അതിനകത്ത്, കക്ഷി രാഷ്ട്രീയമാണ്. ഇപ്പം ഞാൻ പറഞ്ഞാൽ കേരളം നമ്പർ 1 ആണോ എന്ന്, നമ്പർ 1 ആയിരുന്നു എന്ന് ഒരു 3 മാസം മുമ്പ് പറഞ്ഞിരുന്ന അത്ര നമ്പർ 1 അല്ല എന്നിപ്പോൾ പറയുന്നുണ്ട്. അതാണ് അതിൻ്റെ പേരാണ് കക്ഷി രാഷ്ട്രീയം. മനസ്സിലായോ? ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടിയല്ലോ. കഴിഞ്ഞ 3 വർഷം വരെ കേരളം നമ്പർ 1 ആണെന്ന് നിങ്ങൾ തള്ളി മറിക്കുമല്ലേ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കേരളം നമ്പർ 1 ആണ് എന്ന് പറഞ്ഞു തുടങ്ങി. അപ്പം നമ്മൾ ഭരിക്കുമ്പോൾ കേരളം നമ്പർ 1 ആണ്, അല്ലെങ്കിൽ മാറുമ്പോൾ നമ്പർ 1 അല്ല. അപ്പോൾ കേരളം നമ്പർ 1 ആണെന്ന് ചോദിച്ചാൽ അതെ, ഇപ്പോഴും അതെ. കേരളം നമ്മുടെ സൂചിക വെച്ചൊക്കെ നോക്കുമ്പോൾ. പക്ഷേ അതാണ് അതിൻ്റെ പേരാണ് കക്ഷി രാഷ്ട്രീയം. രാഷ്ട്രീയമല്ല. ഞങ്ങൾ ഭരിക്കുമ്പോൾ നന്നായിരിക്കുന്നു, അല്ലാത്തപ്പോൾ മോശമായിരിക്കുന്നു പറയുന്നതിൻ്റെ കക്ഷി രാഷ്ട്രീയം. പ്രതിപക്ഷം ഭരണമാകുമ്പോഴും മാറി പറയുന്നത് അതിൻ്റെ പേര് കക്ഷി രാഷ്ട്രീയം എന്നാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് എപ്പോഴും നന്നായിരിക്കണമെന്ന് പറയുന്നതാണ്. അങ്ങനെ അതാണ് ആ ഒരു പോയിന്റിലാണ് പലപ്പോഴും ജനം മുഴുവൻ അവിടെയാണ്, ഞാനും ആ കൂടെയാണ്. ഇപ്പം ഈ ചെയ്ത എല്ലാ പാട്ടുകളിലും പഴയകാല പാട്ടുകളാണ് കൂടുതലും മിക്ക ട്യൂണും. പക്ഷേ ജെൻസി പാട്ടുകൾ, പുതിയ തലമുറകളിലെ പാട്ടുകളൊന്നും ആ ഒരു ട്യൂൺ എന്താ എടുക്കാത്തത്? ഇപ്പം കണ്ടുവന്ന എല്ലാ പാട്ടുകളും എടുത്തിട്ടുണ്ട്. അതിനകത്ത് വേറൊരു സംഗതി പറയാം. പഴയ പാട്ടിന് സംഗതി വെച്ചാൽ അത് വീണ്ടും 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 പതിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത് വീണ്ടും വീണ്ടും പതിഞ്ഞ് ഫോസിൽ പോലെ ആവുകയാണ് ശരിക്കും. ആ ഒരു സംഗതി ഇപ്പോൾ കുട്ടികൾക്കും അറിയാം. ഈ കൊച്ചു പിള്ളേർ പാടുന്ന റിയാലിറ്റി ഷോയിൽ അവർ പഴയ പാട്ടാണ് പാടുന്നത്. പുതിയ ട്യൂണുകൾ ഞാൻ പാട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ പുതിയ പാട്ടുകളുടെ പ്രത്യേകത പഴയ ആൾക്കാർക്ക് അത്ര മനസ്സിലാവില്ല. അത് അവരാരും പുതിയ പാട്ടൊന്നും കേൾക്കുന്നില്ല. പുതിയ കുട്ടികളാണെങ്കിലും നമ്മൾ പണ്ട് ആൾക്കാർ കേട്ടിരുന്ന പോലെ കേൾക്കുന്നില്ല. കാരണം പാസീവ് കേൾവി ഇപ്പോൾ ഉള്ളതേ. അതുകൊണ്ട് ട്യൂൺ തലയ്ക്കകത്ത് അങ്ങനെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ ഒരു സിനിമാ പാട്ട് പറയാൻ പറഞ്ഞാൽ ആർക്കും അറിയില്ല, പ്രായമാർക്കും അറിയില്ല, കുട്ടികൾക്കും അറിയില്ല. അവരത് കേട്ട് മറന്നു പോകുന്നില്ല. സിനിമയ്ക്കകത്ത് പാട്ട് വേണമെന്ന് തന്നെ നിർബന്ധമില്ല. അതേസമയം ഈ കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ ബലികുടീരങ്ങൾ എന്നുള്ള പാട്ടോടെ അവർ ഒരിക്കലെങ്കിലും അവർ കേട്ടിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ പഴയ പാട്ട് കൂടുതൽ എടുക്കുന്നത്. എങ്കിലും ഒരു പുതിയ പാട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ അയർലൻഡിലൊക്കെ ഇന്ത്യക്കാരെ സായിപ്പന്മാരെടുത്തിട്ട് ഇടിക്കുകയാണ്. വിദേശികൾ ഇന്ത്യക്കാരെ ഇടിക്കുന്നതിനെ കുറിച്ച് ഞാൻ പാട്ടുണ്ടാക്കിയത്. അത് പുതിയ ട്യൂണാണ്. തുടരും ആ ട്യൂണാണ്. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് ജോലി തേടിപ്പോയതാണ്, ജോലി കിട്ടി വീട് കിട്ടി, ഞാനിന്ന് അയർലൻഡിലാണ്, അന്നു തൊട്ട് ഇന്നാട്ടുകാർ വംശീയാധിക്ഷേപമാണ്, അന്നൊരു നാൾ റോഡിലിട്ട് കൗമാരക്കാരനെ തല്ലി, 3 പിള്ളേർ ചാടി വീണ് എൻ്റെ മൂക്കിനിടി കൊണ്ട്, എന്തൊരു തല്ലാണ് എന്തൊരു നീരാണ് എൻ്റെ മുഖത്താണ്, തല്ലിൻ്റെ പാടാണ്. അങ്ങനെ പോകുന്നു. ഈയിടെയായി യൂറോപ്യൻ രാജ്യത്തെ വെള്ളക്കാരൻ നമ്മുടെ പിള്ളേരെ തല്ലുന്നതെന്താണ്. ഇങ്ങനെ പോവാ പാട്ട്. അത് പുതിയ പാട്ടാണ്. ആ വിഷയം ഞാനത് ഇതായിട്ട് അവതരിപ്പിക്കുന്നു. അത് വിദേശികളായിട്ടുള്ള കൂട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കറക്റ്റായിട്ടുള്ള കാര്യം എന്ന് പറയാം. ഇപ്പോൾ പാട്ട് എഴുതുന്ന സമയത്ത് സ്വയം തന്നെ ചിരി തോന്നുന്ന ഏതെങ്കിലും സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? വരും. അത് ചില സമയത്ത് ചില കാര്യങ്ങളെ നമ്മൾ ചില പ്രാസങ്ങളൊക്കെ ഇട്ട് വരുമല്ലോ. ചില സമയത്ത് അത് രസമായിട്ട് ഇങ്ങനെ വരുമ്പോൾ നമുക്ക് തന്നെ ചിലപ്പോൾ ചിരി വരും. നദികളൊക്കെ അവർ വളരെ വൃത്തിയായിട്ടാണ് സൂക്ഷിക്കുന്നത് സായിപ്പന്മാർ. നമ്മളെപ്പോലെ അതും ഇതും കൊണ്ട് നമ്മൾ ആചാരപരമായിട്ട് പോലും അത് വൃത്തികേടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇതെല്ലാം കൊണ്ട് വെള്ളത്തിൽ കലക്കുന്ന പരിപാടി നമുക്കിപ്പോഴും ഉണ്ട്. അത് അവർക്ക് അങ്ങനെ സംഗതിയില്ല. അവർ നദിയെ വളരെ ഇതായിട്ട് സൂക്ഷിക്കുക. അവിടെ പോയി സോപ്പിട്ട് തേച്ച് കുളിച്ചുകൊണ്ടിരിക്കുക. അത് അവർക്ക് ഭയങ്കര അറപ്പാണ്. നമ്മൾ പശുവിനെയൊക്കെ കുളിപ്പിക്കുന്നത് നദിയിലാണ്. ആ ഒരു കൾച്ചർ അവർക്കില്ല. അപ്പോൾ അങ്ങനെയെല്ലാം വന്നിട്ട് തെളിനീരുള്ളാറ്റിൽ തെച്ചു കുളി വേണ്ട, വഴി തടഞ്ഞാണോ നിൻ്റെ ഓണാഘോഷം, പൊതുസ്ഥലത്താണോ ചോറ് വരുത്തീറ്റ, ഇത് കണ്ടെന്നാൽ ദേഷ്യം വരില്ലേ
തല്ലാത്തോരും തല്ലിപ്പോകും, എന്തൊരു ബോറാണ് നിന്റെ കയ്യിലിരിപ്പാണ്. ഈ തല്ലാത്തോരും തല്ലിപ്പോകും എന്നുള്ള വാക്കുണ്ടല്ലോ, അവിടെ വരുമ്പോൾ എനിക്കും തിരി വന്നു. കാരണം വെച്ചാൽ ഇത് കണ്ടാൽ തല്ലാത്തോരും തല്ലിപ്പോകും, അത് കറക്റ്റ് അളവിൽ ആ പാട്ടിലൊക്കെ ചേർന്ന് വന്നപ്പോൾ നമുക്കൊരു അത്തരം ചില ഹാസ്യ മുഹൂർത്തങ്ങൾ വരും. പിന്നെ ഈ പ്രാസം ഒപ്പിച്ച് ചില കാര്യങ്ങൾ വരും. ഇപ്പം രാഷ്ട്രീയക്കാരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് എന്താണ് കുറേ നാൾ മുമ്പ്, ഇലക്ഷൻ തൊട്ട് മുമ്പ് ഒരു 3 മാസം മുമ്പ് അങ്ങോട്ട് ചാടുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചം ചം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ചം ചം. മല്ലു സിംഗ്. കഷ്ടം, എന്തൊരു കഷ്ടം ഈ രാഷ്ട്രീയക്കാരൻ്റെ ചാട്ടം, അധികാരം കിട്ടാനുള്ളോട്ടം. അത് കഴിഞ്ഞിട്ട് ഞാൻ എഴുതിയത് തൊലിക്കട്ടിയ ഇവനൊക്കെ കൊടുക്കത്തെ തൊലിക്കട്ടിയ. തൊലിക്കട്ടിയ എന്ന അത് വേറെന്തോ എന്തോ പഞ്ചാബി വാക്ക് വെച്ച് അവർ പാടിയിരിക്കുന്നത്. അതിന് നമ്മൾ തൊലിക്കട്ടിയ എന്നൊക്കെ അത് റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ തൊലിക്കട്ടിയ എന്നുള്ള സംഗതി പ്രാസം ഒപ്പിച്ച് അതിനോട് ചേർന്ന് വരുമ്പോൾ നമുക്ക് രസം വരും. അതേപോലെ തന്നെയാണ് നമ്മുടെ വിഴിഞ്ഞത്ത് കപ്പൽ വന്നപ്പം കപ്പലെത്തി മുട്ടൻ കപ്പലെത്തി എന്നും പറഞ്ഞ് ആ പാട്ട് വന്നു. അപ്പം അങ്ങനെ പ്രാസം ഒപ്പിച്ച് വരുമ്പോൾ ഒരു രസം വരാറുണ്ട്. ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് തവള. പേഴ്സണലി ഇഷ്ടപ്പെട്ട പാട്ട്. പിന്നെ ഉണ്ട്, ഒത്തിരി പാട്ടുകളുണ്ട്. അതായത് ഉത്സവം ഗാനമേള അടി എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തായിരുന്നു. അത് അടി കിട്ടി തകർന്നിരിക്കുക ഒരുത്തൻ, പോലീസിൻ്റെ അടി. ഗാനമേളയ്ക്ക് അടിയാണല്ലോ. അപ്പം കാലനക്കം വയ്യ കയ്യനക്കം വയ്യ ഇന്നലെ രാവിലെ അമ്പലമുറ്റത്താകേലമ്പായി പോലീസിൻ്റെ അടി കിട്ടി, 4 അടി കിട്ടി, അങ്ങനെ പറഞ്ഞൊരു പാട്ടുണ്ട്. അത് മൊത്തം തല്ലുകൊണ്ട് നീര് വന്നൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ടാണ് പാട്ട്. ആ പാട്ട് എല്ലാം നല്ല രസിച്ച പാട്ടാണ്. കാരണം അത് നമ്മൾ നടക്കുന്ന സംഭവമാണല്ലോ. ഗാനമേള ഉണ്ടെങ്കിൽ അടി ഉണ്ടായിരിക്കും. ഒരേ പാട്ടിനെ ചൂണ്ടിന് പലത് ചെയ്തിട്ടുണ്ടോ? ഒരേ പാട്ട് തന്നെ എടുത്ത് ഒരു പാട്ട് ഇല്ല, അങ്ങനെ ചെയ്തിട്ടില്ല. എല്ലാം വേറെ പാട്ടുകൾ. അപ്പോൾ അത് ചെയ്യാതെ അപ്പോൾ ചിലപ്പോൾ ഒരു ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ്, കൺഫ്യൂഷൻ ക്ലാഷ് വരാതിരിക്കാൻ വേണ്ടിയാണ്. പിന്നെ തന്നെയല്ല, അപ്പോഴൊരു വെറൈറ്റി കൂടെ വരുമല്ലോ. ഒരു പാട്ടോ മറ്റോ ഞാൻ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പൊതുവേ അങ്ങനെ പാട്ട് എല്ലാം വേറെ പാട്ടുകളാണ്. ഏത് പാട്ടും തീരുമാനിക്കുന്നതിന് അതുമായിട്ട് ചേരുന്നൊരു പാട്ട് എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ കായലിൻ്റെ വിഷയം വരുമ്പോൾ കായൽ എന്നുള്ള വാക്കുണ്ടെങ്കിൽ വേമ്പനാട്ട് കായലിൽ വെള്ളക്കെട്ടാണ്, വെള്ളം ഒഴുകി പോകുന്നില്ല. വേമ്പനാട്ട് കായലിൻ്റെ ആഴം കുറഞ്ഞു, മൊത്തത്തിൽ കുട്ടനാടിൻ്റെ ആഴം കുറഞ്ഞു. അപ്പോൾ പിന്നെ വെള്ളം പോകാനായിട്ടുള്ളൊരു താമസമുണ്ട്. കടലിനൊരു ഫിക്സഡ് ഹൈറ്റാണല്ലോ എപ്പോഴും വരുന്നത്. ഇവിടെ കൂടിക്കഴിയുമ്പോൾ അവിടെ വന്ന് പോകാനായിട്ട് ആ പാത്തെല്ലാം നികന്നു പോയതുകൊണ്ടാണ് സ്പീഡ് കുറയുന്നത്. അപ്പോൾ കായലിൽ ഉൾപ്പെടുന്ന ഒരു വാക്ക് വെച്ചിട്ട് കായലൊന്ന് ചിരിച്ചാൽ എന്ന് പറഞ്ഞ പഴയ പാട്ടുണ്ട്, കക്ക എന്നുള്ള സിനിമയിലെ. അത് കായലൊന്നു ചിരിച്ചാൽ ആ ടൂൺ എടുത്തിട്ട് വാനമൊന്നു കറുത്താൽ മനമാകെത്തിയാകും കാലവർഷം കാനത്താൽ പൊട്ടിത്തകരും പുലിമുട്ട് എന്ന് പറഞ്ഞാൽ കടൽ തീരത്ത് നമ്മൾ തിരമല അടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്നൊരു സെറ്റപ്പാണ്. തീരത്തോ തിരമാല കുന്നിൻ മുകളിൽ ഉരുൾവട്ടൽ, 1 2 മഴ പെയ്താൽ 1 നിലയോ മുങ്ങുന്നേ, കർക്കിടകത്തിൻ പെയ്ത് കഴിഞ്ഞു എന്നിട്ടും ജീവിക്കാൻ വയ്യാതായി, അങ്ങനെ പോകും. വേമ്പനാട്ടുകായലിന്നോ ആഴം കുറവായില്ലേ, ഒറിജിനലിനകത്ത് കോടിമതക്കായലിലെ കൊട്ടാരപ്പടവിൽ, അങ്ങനെയാണ് പാട്ട്. അപ്പോൾ ആ കായലും ഈ കായലും കൂടെ അങ്ങനെ അത് ഒറിജിനലായിട്ട് സിങ്ക് ചെയ്ത് പോകുന്ന പല കാര്യങ്ങളും ചില സമയത്ത് വരും. അതേപോലെ തന്നെയാണ് വന്ദേ ഭാരത് വണ്ടി വരുമ്പോൾ ഈ പാട്ടാണ് ഭയങ്കര ഫേമസ് ആയിരുന്നു. കാരണം അന്ന് എല്ലാവരും ചർച്ച, അത് വേണം അത് വേണ്ട അങ്ങ് ചർച്ചയാ. മൃദംഗത്തിൻ പാലക്കാട് മണി നെയ്തലയ താളതരംഗങ്ങൾ, അതിന് ഈ വണ്ടിക്ക് പാലക്കാട് സ്റ്റോപ്പില്ല, മാഹിയിൽ നിർത്തുന്നില്ല, അങ്ങനെ എഴുതി. അപ്പോൾ ആ പാലക്കാടുമായിട്ട് ഒന്ന് ടച്ച് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില സംഗതികൾ ചില ട്രിക്കുകൾ ഇതിനകത്തുണ്ട്. ലേറ്റസ്റ്റ് ആയിട്ട് എഴുതിയ പാട്ട് ഏതാണ്? അത് ഞാൻ ഈ കായലിൻ്റെ പാട്ട്. ഇപ്പോഴത്തെ വിഷയം അതാണ്. നമുക്കിവിടെ ചിങ്ങമായി, കുട്ടനാട്ടിൽ ഇപ്പോഴും കർക്കിടകമാണ്, മഴ പെയ്യുന്നില്ല, പക്ഷെ വെള്ളക്കെട്ടാണ് അവിടെ. കൊതുകിന്റെ പാട്ടല്ലേ ഇപ്പൊ എഴുതിയിട്ടില്ലേ? കൊതുകിന്റെ പാട്ട് ഞാൻ കഴിഞ്ഞ വർഷം എഴുതിയതാണ്. ഡെങ്കിപ്പനിയുടെ മൂളിപ്പാട്ടുണ്ടേ, നമ്മുടെ നാട്ടിൽ ആരോഗ്യത്തിന് ശ്രദ്ധിക്കാനുണ്ടേ, പലതരം പനികൾ ഇറങ്ങിയിട്ടുണ്ടേ, താഴ്ന്ന ദേശത്താണെങ്കിലോ വെള്ളക്കെട്ടുണ്ടേ, കെട്ടി നിൽക്കും വെള്ളത്തിലോ കൂത്താടിയുണ്ടേ, അങ്ങനെ പോകുന്ന പാട്ട്. ഏറ്റവും കൂടുതൽ അഭിനന്ദനം കിട്ടിയ പാട്ട് ഏതാണ്? അഭിനന്ദനം ഓരോ പാട്ടിൻ്റെ അങ്ങനെ ഞാൻ നോക്കിയിട്ടില്ല. അതായത് കമൻസ് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. കമൻസ് വരുന്നത് ഏറ്റവും കൂടുതൽ ഏതിനാന്ന് ഞാൻ ഇതുവരെ നോക്കിയിട്ടില്ല. പക്ഷേ ഈ സ്വർണത്തിൻ്റെത് ആൾക്കാർ കൂടുതൽ കണ്ടതാണ്. എല്ലാവരും ചൊല്ലണ് കല്ലാണി ശില്പമെന്ന്, കരിങ്കല്ലാണ് വെറും കല്ലാണി ശില്പമെന്ന്,
വന്ദേ ഭാരതം അത്യാവശ്യം വന്നു. പക്ഷെ ആ വിഷയം വന്ദേ ഭാരതിൻ്റെ ഒരു വിഷയം എന്ന് വെച്ചാൽ അത് ഈ കക്ഷി രാഷ്ട്രീയമാണ്. മനസ്സിലായില്ലേ? കക്ഷി രാഷ്ട്രീയമാണ്. നമുക്ക് വേഗതയുള്ള ട്രെയിൻ വേണമെന്നേ, നമുക്ക് വേഗത കൂടിയ സംഗതികൾ നമുക്ക് വേണം. തെക്ക് വടക്ക് യാത്ര ചെയ്ത് നോക്കുമ്പോൾ അറിയാം, റോഡ് വഴി തെക്ക് വടക്ക് നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴും നമുക്ക് ആ ഉദ്ദേശിച്ച സ്പീഡൊന്നുമില്ല. എല്ലാം നമ്മൾ അതുപോലെ വന്ദേ ഭാരതത്തിന് കേരളത്തിലെ സ്പീഡ് 80 ഉള്ളൂ. ആ സ്പീഡ് നമ്മുടെ ബാക്കി വഞ്ചിനാടിനൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ അതൊരു വേഗത കൂടിയ ട്രെയിൻ എന്ന് പറയും. പക്ഷേ കേരളത്തിന് പുറത്ത് ഗംഭീര വണ്ടിയാണ്, 140 തന്നെയുണ്ട്. കേരളത്തിൽ 140 എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ്, വളമുള്ളതുകൊണ്ടാണ്. അപ്പോൾ ട്രെയിനിൻ്റെ കോച്ചിലല്ല കാര്യം, പാളം നേരെ ഇരിക്കണം, അത്രേ ഉള്ളൂ. നേരെയുള്ള പാളം നമുക്ക് ഏതായാലും വേണം. നമുക്ക് വളവുകളുണ്ട്, നമ്മുടെ ഭൂപ്രകൃതി അങ്ങനെ ആയതുകൊണ്ടാണ്. അതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ ആ വിഷയത്തിൽ ട്രെയിൻ നല്ലതായതുകൊണ്ട് സ്പീഡ് ഉണ്ടാകത്തില്ല, പാളം നേരെയാണെങ്കിലേ സ്പീഡ് ഉണ്ടാകത്തുള്ളൂ. അത് പക്ഷേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നത് കക്ഷി രാഷ്ട്രീയം വെച്ചിട്ടാണ്. അവിടെയാണ് പ്രശ്നം വരുന്നത്. ആ വിഷയം നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നില്ല. ഇതാര് ചെയ്യുന്നു, ഞങ്ങൾ ചെയ്തതുകൊണ്ട് അത് നല്ലതാണ്, നിങ്ങൾ ചെയ്തതുകൊണ്ട് അത് മോശമാണ്, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതാ കുഴപ്പം. ഈ വിഷയം ആരും പറയുന്നില്ല. ആദ്യമായിട്ട് പാട്ട് എഴുതിയത് മുതൽ ഇപ്പം എത്തി നിൽക്കുന്ന ലാസ്റ്റിലെ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം, അവിടെ വരെയുള്ള ഒരു വ്യത്യാസം, ആ ഒരു ജേണി എങ്ങനെയാണ് കാണുന്നത്? അല്ല, ആ ജേണിക്ക് വേരിയേഷൻ ഒന്നുമില്ല, ഒരുപോലെ തന്നെയാണ്. കാരണം ഓരോ വിഷയവും അതായത് വിഷയത്തിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് നമ്മൾ അതിനോട് നീതി പുലർത്തി. ആദ്യത്തെ ഹിറ്റായ പാട്ടെന്ന് പറഞ്ഞാൽ വേനലവധിയായി എന്നുള്ള പാട്ടാണ്. വേനലവധിയായി കുഞ്ഞുങ്ങൾക്ക് കുസൃതി കാലമായി എന്നുള്ള പാട്ട്. അതായത് കുട്ടികളെ മാനേജ് ചെയ്യുക എന്നുള്ളൊരു വിഷയമുണ്ട്. ആ വിഷയത്തിൻ്റെതായ ഒരു വെയിറ്റേജ് ഉണ്ട്. അതിപ്പം വന്ദേ ഭാരതമായിട്ടുള്ള വിഷയം അത് വേറെ. അപ്പോൾ അത് വരുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ മാനേജ് ചെയ്യുന്നുള്ള വിഷയമാണ്. അതിനകത്ത് ഫുൾ എനർജി കൊടുത്താണ് അത് എഴുതിയിരിക്കുന്നത്. അത് സമകാലിക വിഷയമാണ്, എല്ലാ വർഷവും റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. 2 മാസം നിങ്ങളെങ്ങനെ മാനേജ് ചെയ്യുന്നുള്ളത് അത് ഭയങ്കര പാടാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി 10 മാസം അവർ സാറന്മാർ നോക്കിക്കോളും സ്കൂളിലെ. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ്, അടുത്ത വർഷം അത് നമുക്ക് ആൾക്കാരത് തിരഞ്ഞു പിടിച്ച് കേൾക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അത് സീസണലായിട്ടുള്ള പാട്ടാണ്. അതേപോലെ ഈ ഡെങ്കിപ്പനിയുടെ പാട്ട് എല്ലാ വർഷവും ഡെങ്കിപ്പനി വരും. പിന്നെ വേറൊരു സംഭവമുണ്ട്, മുല്ലപ്പെരിയാർ പൊട്ടും എന്ന് നമ്മൾ മഴ പെയ്യുമ്പം പറയും. ഇപ്പോൾ പൊട്ടും പറഞ്ഞാൽ അവരിങ്ങനെ കുറേ ആൾക്കാർ അവിടെ വരും, അവിടെ തട്ടുകടയൊക്കെ വരും, അവർ സമരപ്പന്തലും ഒക്കെ വന്നിച്ച് ചിങ്ങ 1-2 തീയതി അതെല്ലാം അഴിച്ചു അവിടെ കൊണ്ടുവയ്ക്കും. അതേ ബാനർ എടുത്തോണ്ട് അടുത്ത വർഷം കൊണ്ടുവയ്ക്കും, ഇത് പൊട്ടുമെന്നും പറഞ്ഞിട്ട്. ഡാമിന്റെ താഴത്തെ ടൗണിൽ നിന്നും ഈ ഡാം മുല്ലപ്പെരിയാർ വിഷയത്തെക്കുറിച്ചൊരു പാട്ടാണ്. ആ വെയിറ്റേജ് അവിടെ ഉണ്ട്. അടുത്ത വർഷമേ ഉള്ളൂ പിന്നെ അത് എടുത്തിടാൻ പറ്റുള്ളൂ എന്നുള്ളൂ. ഇപ്പോൾ ഓണസദ്യയെക്കുറിച്ചൊരു പാട്ട് എഴുതിയാൽ അടുത്ത ഓണത്തിന് അത് ചിലവാകും, ക്രിസ്മസിന് അത് അവിടെ ഇരിക്കും. അതേപോലെ എല്ലാ കാലത്തും കേൾക്കാൻ പറ്റിയ, ഞാൻ അതിനെ എക്കാലികം എന്നാണ് വിളിക്കുന്നത്. എക്കാലിക പാട്ടുകൾ. ഈ എക്കാലിക പാട്ടുകളുണ്ട്. ഇപ്പോൾ അവിയൽ ഉണ്ടാക്കുന്ന വിധം, ചിക്കൻ കറി ഉണ്ടാക്കുന്ന വിധം, പാൽപ്പായസം ഉണ്ടാക്കുന്ന വിധം, ഇങ്ങനെ 3 ഫുഡ് സംബന്ധിയായിട്ട് അതുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എല്ലാ ദിവസവും കേരളത്തിൽ എത്രയെങ്കിലും വീട്ടിൽ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ട്. എല്ലാ ദിവസവും എത്ര ആയിരക്കണക്കിന് വീട്ടിൽ അവിയൽ ഉണ്ടാക്കുന്നുണ്ട്. അതൊക്കെ എക്കാലികമായ പാട്ടുകളാണ്. അപ്പോൾ താൽക്കാലികം, എക്കാലികം, സമകാലികം, അങ്ങനെ ഒത്തിരി പാട്ടുകളുണ്ട്. ഇതിൽ ഓണമല്ലേ, അപ്പോൾ സേമിയ പായസം നമുക്കൊരു പായസം കുടിച്ചിട്ട് ഫീൽ ഉണ്ടാവട്ടെ. സേമിയ പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ കുറിച്ചും ആ സേമിയ പായസം എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതിനെ കുറിച്ചുള്ള സംഗതിയാണ്. ഓണമായിട്ട് നേരിട്ട് ബന്ധമില്ല. ഇങ്ങനെ സേമിയ പായസം ഉണ്ടാക്കുന്നത്, മൂത്ത മകനിന്നു ജന്മനാൾ സേമിയയാണിന്ന് പായസം 7 വയസ്സാകുമീ മാസം സ്കൂളിൽ നിന്നെത്തുമ്പോൾ ആകെ രസം. അതിൻ്റെ പല്ലവി അങ്ങനെ. ചേട്ടൻ കടയിൽ പോയി സേമിയ വാങ്ങണം, ചെറിയൊരു കുപ്പി നെയ്യ്, 5-6 പാക്കറ്റിൽ മുന്തിരിയും കാഷ്നട്ടും 2 ലിറ്റർ മിൽമ പാൽ. 3 മണിയായാൽ സ്കൂൾ ബസ്സിൽ മോൻ വരും, പായസം കണ്ടില്ലേ ആകെ അലമ്പാകും, പെട്ടെന്ന് പോയി വരൂ. അങ്ങനെ പോകുന്ന പാട്ട്. പിന്നെ അത് ശരിക്കും പായസം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പിന്നെ ഓണസദ്യ എന്ന് പറയുന്നത് മുഴുവൻ സദ്യ വട്ടങ്ങളും ചേർത്ത് വെച്ചിട്ടുള്ളൊരു പാട്ടാണ്. പച്ചക്കളറണിയും നല്ലൊരു വാഴയില, ഞങ്ങളുടെ തോട്ടത്തിൽ നിന്നൊരു തൂശനില, 1 കാലായി ഞങ്ങൾ കൈ കഴുകി, സദ്യ വിളമ്പിക്കോ ഞങ്ങൾ റെഡിയാണേ, ശർക്കര വരട്ടി വന്നു, ദേകായ വറുത്തത് വന്നു, ക്ഷമയില്ല വേഗം കൊണ്ടുവാ, ചേന നുറുക്കിയതോ ദേണ്ടേ കൊണ്ടാട്ടം,
വറപൊരി എല്ലാവരും ഇലയുടെ ഇടതാണേ എന്ന് പറഞ്ഞ് മുഴുവൻ സദ്യവട്ടങ്ങളും അതിൽ നിരന്ന് അവർ കഴിച്ച് ഏമ്പക്കം വിടുന്നവരെയുള്ള പാട്ടാണ്. അവസാനം അത്തുപോലെ ഏമ്പക്കത്തിലെ പാട്ട് തീരുന്നത്. അങ്ങനെ ഒരു പാട്ട് അത് കഴിഞ്ഞ വർഷം ചെയ്തതാണ്. അത് നല്ല ഹിറ്റാണ്. എന്തൊക്കെ വെല്ലുവിളികളാണ് ഇങ്ങനെ ഒരു പാരഡി നമ്മൾ പാട്ട് എഴുതുന്ന സമയത്ത്? ഇപ്പോൾ ഒറിജിനൽ സോങ്ങിനെ നമ്മൾ ആ ഒരു ടോണിലാണ് നമ്മൾ എഴുതുന്നത്, മീറ്റർ ആ ട്യൂണിലും മീറ്ററിലും. അപ്പോൾ എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വരുന്നത് ഇങ്ങനെ എഴുതുമ്പോൾ? ഒന്ന്, ഈ പാട്ടിന് എത്രത്തോളം കണ്ടന്റ് ഉണ്ട്, ഈ പാട്ടിൽ എത്രത്തോളം ലെങ്ത് ഉണ്ട്, പാട്ടിലേക്ക് കൊള്ളിക്കാൻ എത്രത്തോളം കണ്ടന്റ്. ഒത്തിരി കണ്ടന്റ് ഒരു ചെറിയ പാട്ടിൽ കൊള്ളിക്കേണ്ടി വന്നാൽ നമുക്ക് കുറേയൊക്കെ വിട്ടുകളേണ്ടി വരും. എല്ലാ പോയിന്റും നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് വിട്ടുകളേണ്ടി വരും. അതൊരു വെല്ലുവിളിയാണ്. പിന്നെയുള്ളത് മീറ്റർ അനുസരിച്ച് തന്നെ എഴുതുക എന്നുള്ളതാണ്. നമുക്ക് ഏതെങ്കിലും മീറ്ററിൽ എഴുതിയാൽ പോരാ, ആ പാട്ടിൻ്റെ ഒറിജിനലിൻ്റെ മീറ്റർ തന്നെ എഴുതണം. ഇപ്പം മേടപ്പൊന്നണിയും പച്ചക്കളറണിയും രണ്ടും ഒരു മീറ്ററാണ്. ഓക്കെ. കൽബിലെത്തി കപ്പലെത്തി രണ്ടും ഒരു മീറ്ററാണ്. തൊലിക്കട്ടിയ മറ്റേ അതിൻ്റെ ഒറിജിനൽ മീറ്ററിൽ തന്നെ എഴുതുന്നത്. അപ്പോൾ എല്ലാ മീറ്ററും അതിലേക്ക് കറക്റ്റ് വാക്കുകൾ കണ്ടെത്തുക എന്ന് പറയുന്നത് അതിൻ്റെ ഗുരുലഘുമൊക്കെ അറിയാമല്ലോ മലയാളത്തിൽ, അതൊക്കെ നോക്കി വേണം എഴുതാൻ. അത് കുറച്ച് പണിയാണ്. അപ്പം നമ്മൾ പര്യായങ്ങളൊക്കെ പഠിച്ചു വെക്കണം. ഓ, വലിയ പണിയല്ലേ. എൻ എന്ന് പറഞ്ഞാൽ ഒറ്റ മീറ്ററാണ്. എൻ്റെ എന്ന് പറഞ്ഞാൽ 2 അക്ഷരമായി. എന്നുടെ എന്ന് പറയുമ്പോൾ 3 അക്ഷരമായി. അപ്പോൾ അവിടെ 3 അക്ഷരത്തിൻ്റെ ഗ്യാപ്പാണെങ്കിൽ എന്നുടെ എന്ന് ഞാൻ പാടും. 2 അക്ഷരത്തിൻ്റെ ഗ്യാപ്പാണ് കിട്ടുന്നതെങ്കിൽ എൻ്റെ എന്ന് പാടും. ഒറ്റ മാത്രമേ ഉള്ളെങ്കിൽ എൻ എന്നങ്ങ് പാടും. നിൻ്റെ നിന്നുടെ 3 അക്ഷരമല്ല, ഒരേ മീനിങ് തന്നെ. അപ്പം അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ചേച്ചിയുടെ അപ്പം എത്ര അക്ഷരമായി? നാം, നമ്മൾ 2 മീറ്റർ, നമ്മുടെ 3 ആയി. അപ്പം ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ 4 ആയി. അപ്പോൾ 4 അക്ഷരം ഉള്ളൊരു ട്യൂണാണ് ടാ ഡ എന്ന് പറഞ്ഞാൽ ചേച്ചിയുടെ എന്ന് പാടണം. നിൻ്റെ എന്ന് പാടിയാൽ 2 ആകത്തുള്ളൂ. ഞാൻ പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പം അങ്ങനെയൊക്കെ അതനുസരിച്ച് മാറ്റി തിരിച്ച് പറഞ്ഞു. അപ്പോൾ ചേച്ചിയുടെ നാക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ഒരു ചേച്ചി ആവണം. അത് ചേട്ടനായിരുന്നെങ്കിൽ ചേട്ടൻ്റെ എന്ന് പറയുമ്പോൾ 3 അക്ഷരമേ ഉള്ളൂ, ചേച്ചിയുടെ എന്ന് പറയുമ്പോൾ 4 അക്ഷരമായി. അപ്പോൾ അയാളെ പിടിച്ച് പെണ്ണാക്കണം. പിന്നെ അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മാറ്റി തിരിച്ചു എടുക്കും. പിന്നെ 2 ക്യാരക്ടറൊക്കെ ആയിട്ടിരുന്നാണ് ഞാൻ പലപ്പോഴും ചെയ്യുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ 2 വശം പറയാൻ വേണ്ടിയിട്ട്. പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2ആയിട്ട് എന്താണ്, ഒരു വാദം ഉള്ളവരാണോ അതിന് മറുവാദം ഉള്ളവർ ഇപ്പുറത്ത് കാണും. അപ്പോൾ 2 പേരായിട്ട് ഇരുന്നിട്ട് അവർ തമ്മിലുള്ള അപ്പോൾ പിന്നെ ഞാൻ രക്ഷപ്പെട്ടു. എൻ്റെ പ്രശ്നമല്ല, മൊത്തത്തിലുള്ള പ്രശ്നം. മനസ്സിലായില്ലേ? ഞാനെന്നുള്ള വ്യക്തി മാറിയിട്ട് 2 ക്യാരക്ടറായിട്ട് ഞാൻ തന്നെ നിൽക്കുമല്ലേ. വന്ദേ ഭാരത് പാട്ടിൽ അതുണ്ട്. മിക്ക പാട്ടിൽ ഇപ്പം 3 പേര് വെച്ചിട്ടുള്ള പാട്ടുണ്ട്. പാട്ടുണ്ട്. അപ്പോൾ അത് ഒരു വിഷയത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും ആയിട്ട് ഞാൻ തന്നെ ഇരുന്ന് അങ്ങ് പാടുകയാണ്. അപ്പോൾ അവർ നോക്കുമ്പോൾ എൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരാൾ അവിടെ ഉണ്ട്, മറ്റവരുടെ റെപ്രസെൻറ്റ്. അപ്പോൾ അവർക്കും പ്രശ്നമില്ല, എന്നോട് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് ഫസ്റ്റ് ആദ്യം സ്ക്രിപ്റ്റ് എഴുതും, അത് കഴിഞ്ഞിട്ടാണോ എങ്ങനെ? ആദ്യം ട്യൂൺ അനുസരിച്ചിട്ട് നമ്മൾ എടുക്കുകയാണോ, അതോ ആദ്യം വരി എഴുതിയിട്ട് പിന്നെ? ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പ്രൊവോക്കേഷൻ ഉണ്ടാവണം. ഇത് വെച്ചൊരു പാട്ട് ചെയ്താലോ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവണം. പിന്നെ ഉള്ളത് അതിൻ്റെ റൂട്ട് എങ്ങോട്ട് പോകുന്നു എന്ന് നമ്മൾ ചിലത് ചുമ്മാ അങ്ങ് പെട്ടെന്ന് അങ്ങ് നിന്ന് പോകും. പ്രത്യേകിച്ച് എങ്ങും ചെല്ലാതെ, പ്രത്യേകിച്ച് ചലനമൊന്നും ഉണ്ടാക്കാതെ ആ വിഷയം അങ്ങ് മാഞ്ഞു പോകും. അങ്ങനെ സാധ്യതയുള്ളതെന്ന് എനിക്ക് തോന്നിയാൽ ഞാനതങ്ങ് വിടും. പിന്നെയുള്ളത് പ്രൊവോക്കേഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഡേറ്റ കളക്ട് ചെയ്യണം. കാരണം എല്ലാ വിഷയവും നമുക്കറിയില്ലല്ലോ, എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ആകുന്നത് എന്നുള്ള ഡേറ്റ നമ്മൾ അപ്പോൾ എനിക്കതിന് വേണ്ടി കുറേ ആൾക്കാരെ വിളിക്കേണ്ടി വരും. കുറേ സുഹൃത്തുക്കളുണ്ട് അത്തരത്തിൽ. അതിൻ്റെ പൊളിറ്റിക്കൽ വശം ഞാൻ 2 കൂട്ടരോടും ചോദിക്കും. ഇടതുപക്ഷക്കാരോടും ചോദിക്കും, വലതുപക്ഷക്കാരോടും ചോദിക്കും. അവർ പറയുന്ന പ്രശ്നം, ഇവർ പറയുന്ന പ്രശ്നമുണ്ട്. ഇത് രണ്ടും വരുമ്പോൾ 2 കൂടെ ഒന്നിച്ച് പറഞ്ഞു പോകാൻ പറ്റിയാൽ എനിക്ക് ഒറ്റയ്ക്കിരുന്ന് പാടാം. ഡെങ്കിപ്പനിയുടെ വിഷയം നമുക്ക് ഒറ്റയ്ക്ക് പാടാം, 2ആയിട്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് പൊതുവായി വരുന്നൊരു പ്രശ്നമായതുകൊണ്ട്. അതേസമയം പൊളിറ്റിക്കൽ പ്രശ്നങ്ങൾ 2 പേരുണ്ടെങ്കിൽ 2ആയിട്ടിരുന്ന് 2 പേരുടെ വാദം കേൾക്കും. പിന്നെ കമൻസ് വായിക്കും ഞാൻ. സോഷ്യൽ മീഡിയയിൽ വരുന്ന കമൻസ് വായിക്കും. അത് ഏറ്റവും നല്ല നമുക്ക് കിട്ടുന്നൊരു ഖനി അവിടെ നിന്ന് എടുത്താൽ മതി. അപ്പോൾ നല്ല നല്ല കമൻസ് വരും. ചിലർ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളം വെച്ചാൽ അത് അതിനിടയ്ക്ക് സീരിയസ് ആയിട്ട് കമൻറ്റ് എഴുതുന്നുണ്ട്. അപ്പോൾ അത് വായിച്ച് പഠിച്ചിട്ടാണ്, മനസ്സിലാക്കിയിട്ടാണ് ഈ വിഷയം ഇങ്ങനെയാണ് ഇരിക്കുന്നത്, ഇത് ഇങ്ങനെ ഒരു മറുവശമുണ്ട് എന്നും കൂടെ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. എന്നിട്ട് അത് വെച്ച് കൊണ്ടിടും. അതായത് കമൻസ് നോക്കുന്ന സമയത്ത് ഇന്ന പാട്ട് പാടാമോ എന്ന് ചോദിച്ചാൽ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും സജഷൻസ് കമൻസിൽ പറയാറുണ്ട്. അതെ, എൻ്റെ കമൻറ്റ്, എനിക്ക് വരുന്ന കമൻറ്റ് അത് വന്നിട്ടുണ്ട്. അത് പക്ഷേ അവർ പലപ്പോഴും ഇപ്പം കൈക്കൂലിയുടെ വിഷയത്തെക്കുറിച്ച് പാട്ടുണ്ടാക്കാവോ എന്ന്, കൈക്കൂലിയുടെ പാട്ട് ഞാൻ ഉണ്ടാക്കിയിട്ട് 1 വർഷം കഴിഞ്ഞിട്ട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് ആ പാട്ട് കേൾക്കാത്തതുകൊണ്ടായിരിക്കാം. അതൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ അത് എൻ്റെ അഭിപ്രായം അല്ല പറയുന്നതെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. പൊതുവെ വിഷയത്തിലൂടെ നമ്മളെങ്ങനെ റിയാക്ട് ചെയ്യുന്നു, നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള ഇതിലാണ്. അപ്പം ഞാൻ ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കൂടെ നിന്നുകൊണ്ട് പാടുന്നതല്ലെന്ന് ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് വിമർശനങ്ങളെ നമുക്ക് പേടിക്കണ്ടല്ലേ? വിമർശനങ്ങളെ എന്തിനാണ് വിമർശനങ്ങൾ പേടിക്കുന്നത്? നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് നമുക്ക് വരുന്നത്. അതൊന്നിയിൽ അവിടെ നിന്നുകൊണ്ട് പറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം, അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് പറയുന്നുണ്ടാകുന്ന പ്രശ്നം. അപ്പോൾ ഇപ്പോൾ ഈ
ചെയ്യാൻ പറ്റാതെ പനിയായി പോയതുകൊണ്ട് ചെയ്യാൻ പറ്റാതെയാണ് പാറ്റകളല്ല, അല്ലെങ്കിൽ പാറ്റകളുടെ പാട്ടുണ്ടാക്കി വന്നതാണ് ഞാൻ. അതും ചോദിക്കാതിരിക്കാണ്. അപ്പോഴാണ് ചുമ വന്ന് എനിക്ക് ചെയ്യാൻ പറ്റുക. അന്നേരം അദ്ദേഹം രാജിവെച്ചു. പിന്നെ ആ വിഷയം അവിടെ നിന്നു. പിന്നെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞു പോയി. അതുപോലെ ചില കാര്യങ്ങൾ വരും. ഇപ്പം നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നില്ല. അദ്ദേഹം രാജിവെച്ചതോടുകൂടി ആ വിഷയം അവിടെ കഴിഞ്ഞല്ലോ. ഇനി അടുത്ത വിഷയം ഉണ്ടാകുമ്പോൾ നമുക്ക് നോക്കാം. ഓണപ്പാട്ടുകൾ ഒന്ന് പാടാമോ? ഓണപ്പാട്ടുകളായിട്ട് ഞാനായിട്ട് എഴുതിയിട്ടില്ല, ഇതുവരെ എഴുതിയില്ല. ഈ ഓണത്തിന് നമുക്ക് പ്രതീക്ഷിക്കാമോ അങ്ങനെ ഓണത്തിന് വേണ്ടിയിട്ടൊരു ഓണത്തിന് ഓണപ്പാട്ടുകൾ ഒത്തിരി വരുന്നതുകൊണ്ട് ഞാൻ എഴുതാത്തത്. കാരണം അതിനകത്ത് പിന്നെ മാവേലി വന്നു പോയി എന്നൊക്കെ പറഞ്ഞ് എന്നുള്ള അതേ ലിറിക്ക് തന്നെ നമുക്ക് ഹാസ്യം പുരട്ടി എഴുതാനൊന്നും ഇല്ല അതിൽ. അത് അതിൻ്റെ ആ ഫെസ്റ്റിവിറ്റിയിൽ തന്നെ എഴുതാനേ ഉള്ളൂ. അത് ഇഷ്ടം പോലെ ഇപ്പം തന്നെ ഒരു 10 എങ്കിലും എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല നല്ല പാട്ടുകളെല്ലാം. എങ്കിലും നമ്മുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ ഓണത്തിന് കൊടുക്കാം എന്നുള്ളൊരു അത് ചെയ്യാറില്ല എന്നുള്ളതാണ് സത്യം. കാര്യം വെച്ചാൽ അത് ആവശ്യത്തിനുണ്ടല്ലോ. ഓണം കഴിഞ്ഞൊരു 10 ദിവസം കഴിയുമ്പോൾ ഒന്നും ഇല്ലാതാവും. അപ്പം നമുക്ക് എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ അന്നേരം എഴുതാം. ഓണത്തിന് ഞാൻ റെസ്റ്റാണ് ശരിക്കും. പാരഡി പാട്ട് എഴുതുന്ന സമയത്ത് ചേട്ടന് ആരുടെയെങ്കിലും ഹെൽപ്പ് കിട്ടാറുണ്ടോ? ഇല്ല, പാരഡി പാട്ട് പാട്ട് എഴുതുന്നത് മുഴുവൻ ഞാൻ തന്നെയാണ്, ഒറ്റയ്ക്ക്. പാട്ടിൻ്റെ കരോക്കെ ഡൗൺലോഡ് ചെയ്ത് എടുത്തിട്ട് നമുക്കിപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാമല്ലോ. പുതിയ സോഫ്റ്റ്വെയറുകളൊക്കെ ഉണ്ട്. ഒറിജിനലിൽ നിന്ന് അതിൻ്റെ ലിറിക്സ് മാറ്റിയിട്ട് ഓർക്കസ്ട്ര മാത്രമായിട്ട് എടുക്കുന്നു. അപ്പോൾ അത് കരോക്കെ എന്ന് പറയും. ആ കരോക്കയുടെ കൂടെ ഞാൻ തന്നെയാണ് പാടി റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം പാട്ട് എഴുതി ഞാൻ പാടി. ഇനി അത് ഷൂട്ട് ചെയ്യണമല്ലോ. ഇതാണ് എൻ്റെ ക്യാമറ. ഇതിൻ്റെ ഈ ഫ്രണ്ട് ക്യാമറയിൽ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മളെ തന്നെ കാണാമല്ലോ. അത് കണ്ടുകൊണ്ട് തന്നെയാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ കമ്പ്യൂട്ടർ സ്ക്രീൻ ഉണ്ടായിരിക്കും, അതിൽ ലിറിക്സും ഉണ്ട്. അപ്പോൾ അങ്ങനെ വെച്ചുകൊണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ ഒന്നുകൂടെ ഷൂട്ട് ചെയ്യണം. മനസ്സിലായോ? 2 പേരുണ്ടെങ്കിൽ 2 പ്രാവശ്യം ഷൂട്ട് ചെയ്യും. എന്നിട്ട് എഡിറ്റ് ചെയ്യുന്നത് ഞാൻ തന്നെ. സ്പ്ലിറ്റ് സ്ക്രീൻ ആക്കി ഇവിടം വരെ മറച്ച് വെച്ചിട്ട് ഇവിടം വരെ മറച്ച് 2 പേര് ഇരുന്ന് പോലെ ആവും. പണ്ടിട്ടാണ്. അപ്പോൾ ഈ പാരഡി പാട്ടുകൾ എഴുതുന്നതല്ലാതെ വേറെ പ്രൊഫഷൻ ഏതാ? ഉണ്ട്. പാരഡി പാട്ട് എഴുതാൻ എനിക്ക് പാരഡി പാട്ട് തുടങ്ങിയത് ഈ ഇടയ്ക്കല്ലേ. എന്ന് പറഞ്ഞാൽ കോവിഡിന് ശേഷമാണ്, കോവിഡിൻ്റെ കാലത്താണ് ഞാനത് തുടങ്ങുന്നത്. ഫസ്റ്റ് കോവിഡ് പാട്ടായിരുന്നു? അല്ലല്ല, ഫസ്റ്റ് പാട്ട് കോവിഡിൻ്റെ കാലത്ത് ഒരു പണിയില്ലല്ലോ. 1.5 വർഷത്തോളം എനിക്കൊരു പണിയില്ലായിരുന്നു ശരിക്കും. ഞാൻ വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് ലോക്ക്ഡൗണിൻ്റെ സമയത്ത്. അതുകൂടാതെ വർക്കും ഭയങ്കരമായിട്ട് കുറഞ്ഞായിരുന്നു. അപ്പം എൻ്റെ വർക്ക് എന്ന് പറയുന്നത് ആനിമേഷനാണ്. ഈ ആനിമേഷൻ, കുട്ടികൾക്ക് വേണ്ടിയുള്ള ആനിമേഷൻസ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പണി. ആനിമേഷൻ ഉണ്ടാക്കുക, ആനിമേഷൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആനിമേറ്റ് ചെയ്യുക. അവർക്കുള്ള റൈംസ് ഉണ്ട്, അവർക്കുള്ള കഥകളുണ്ട്. അതാണ് എൻ്റെ പണി. അതിനു മുമ്പ് ആനിമേഷൻ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈയിടെയായിട്ട് ഞാനത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ലോക്ക്ഡൗൺ വരുന്നത്. അപ്പോൾ നേരം പോക്കിന് ഒരു പണിയില്ലല്ലോ. അപ്പം നമ്മൾ കമ്പ്യൂട്ടറും സംഗതിയെല്ലാം നമ്മുടെ നെറ്റെല്ലാം ആയിട്ട് കണക്റ്റഡ് ആണ്. പക്ഷേ നമുക്ക് ജോലിയായിട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അന്നേരം വെറുതെ തമാശയ്ക്ക് തുടങ്ങിയതാണ്. അപ്പോഴാണ് നമ്മൾ വെറുതെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിനകത്താണ് ഒരു ദലം മാത്രം. ഒരു കലം കഞ്ഞി അതും പഴങ്കഞ്ഞി മുഴുവനായി എൻ്റെ മുന്നിലെത്തി, കറികളൊഴിക്കാതെ ഉപ്പു ചേർക്കാതെ കൈ കഴുകാതെ ഞാൻ വാരിത്തിന്നു. ഇങ്ങനെ ചുമ്മാ വെറുതെ ഒരു പാട്ട്. അതിന് പ്രത്യേകിച്ച് സമകാലികമൊന്നുമല്ല. അതായത് വെറുതെ ഒരു ഹാസ്യം ആയിട്ടുള്ളൊരു പ്രസൻറ്റേഷനായിട്ട് ആ പാട്ടങ്ങ് പാടി. എന്നിട്ട് ഞാനത് ഫുള്ള് പാടി. എന്നിട്ട് ഗ്രൂപ്പിനകത്തെല്ലാം ഇട്ടു. അത് ഭയങ്കര ഹിറ്റായി. കാരണം ആർക്കും ഒരു പണിയില്ല, എല്ലാവരും ഇതും കണ്ടുകൊണ്ടിരിക്കുക. എടാ ഇത് സൂപ്പർ ഹിറ്റാണ്. പിന്നെ ഞാനത് അങ്ങനെ ചെയ്ത് തുടങ്ങി. 13ാമത്തെ പാട്ടാണ് ഈ വേനൽ അവധി എന്ന് പറയുന്ന പാട്ട്. അതാണ് കയറി ഹിറ്റായത്. 100-നടുത്ത് പാട്ടായി, 97 പാട്ടായി. നമ്മൾ തുടക്കം തന്നെ ഒരു ഓണപ്പാട്ടിലാണ് തുടങ്ങിയത്. അതെ. അപ്പം ഒടുക്കവും ഒരു ഓണപ്പാട്ടായിക്കാം. ഓണപ്പാട്ടിൽ എനിക്കിഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. അത് ശ്രീകുമാരൻ തമ്പി സാർ എഴുതിയതാണ്. ദക്ഷിണാമൂർത്തി സ്വാമിയുടെ അതിൻ്റെ അനുമല്ലയോട്ട് ഞാൻ പാടാം. കർക്കിടകത്തിൻ കറുത്ത ചേലകൾ വലിച്ചെറിഞ്ഞല്ലോ, മാനം വലിച്ചെറിഞ്ഞല്ലോ, കടലിൻ മോഹം തണുത്ത കരിമുകിൽ വിളർത്തു മാഞ്ഞല്ലോ, കാറ്റിൽ വിളർത്തു മാഞ്ഞല്ലോ. ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിന് ഒരുപാട് താങ്ക് യു. അതിഥിയായിട്ട് ക്ഷണിച്ചതിൽ ദീപിക ഓൺലൈനിലുള്ള നന്ദി അറിയിക്കുന്നു. ഓണാശംസകൾ. എല്ലാവർക്കും ഓണാശംസകൾ. താങ്ക് യു.